ഈശ്വര ചൈതന്യമൊക്കെ സമ്പന്നമായ ഈ വേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ആചാര്യൻ്റെ സാധു ശ്രീധര സ്വാമികളുടെ 112ാമത് ജന്മദിനമാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ ഗുരുസ്തുതിയും സൂക്തജപങ്ങളും ഒരു പൂജയും എല്ലാം നമ്മൾ പാരായണം ചെയ്തു. അതിനുശേഷം ഈ 10 മുതൽ ആത്മീയ സദസ്സാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് പ്രകാരം ബഹുമാന്യനായ എൻ രമേഷ് ജി തിരുവനന്തപുരത്ത് നിന്നും നമ്മളെ സംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദാന്ത പ്രഭാഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇവിടെ വേദാന്ത പ്രഭാഷണം നടത്തുന്നത് യോഗവാസിഷ്ഠം എന്ന പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ സങ്കല്പത്തെക്കുറിച്ചും അതിൻ്റെ ജസ്തുതിയെക്കുറിച്ചും ഒക്കെയാണ്. അദ്ദേഹത്തിന് ഇതിനോടുള്ള താല്പര്യം വളരെ വലുതാണ്. നമുക്കറിയാം, ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇവിടെ വരുന്നത്. 2 തവണ നേരത്തെ അല്ലേ, 2 തവണ വന്നിരുന്നു. ഇത് 3ാമത്തെ തവണയാണ്. മഹാപണ്ഡിതനായ അദ്ദേഹം നമ്മളോട് എന്താണ് ഈ യോഗവാസിഷ്ഠം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയവും സന്ദർഭവുമാണിത്. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി നമ്മുടെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും ശ്രീ. എൻ്റെ കടമ ആചാര്യാനുസ്മരണമാണ് ജന്മദിനം. സാധു ശ്രീധര സ്വാമികളുടെ 112ാം ജന്മദിനത്തിൽ പങ്കുകൊള്ളാനായി, ജന്മദിനാഘോഷങ്ങളിൽ പങ്കുകൊള്ളാനായി ഇന്ന് അവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ദിവംഗതരായ കൃഷ്ണപുരം ശ്രീ അച്യുതമേനോൻ അവர்களுടെയും മാവേലിക്കര ശ്രീ AK രാജവർമ്മ അവர்களுടെയും അഭ്യർത്ഥന പ്രകാരം ഗുരുവിൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഷഷ്ഠബ്ദി പൂർത്തി ദിനത്തിൽ ആരംഭിച്ച ഈ ജന്മദിനാഘോഷം ഇന്ന് 51 വർഷം പിന്നിടുകയാണ്. ആചാര്യനെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ടും സത്സംഗത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെയും എൻ്റെ പരിമിതികൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളെല്ലാവരുമായി പങ്കുവെക്കാം. ചിദാകാശ വടിവരാനന ചിന്മയാനന്ദ സാധു പൂജപ്പുര ഗോപാലസ്വാമികളുടെ വത്സല ശിഷ്യനും അഖണ്ഡ ബ്രഹ്മചാരിയും ശുദ്ധ വേദാന്തിയും ആത്മജ്ഞാനിയും അറിഞ്ഞു തെളിഞ്ഞ മഹാത്മാവുമായിരുന്നു സാധു ശ്രീധരസ്വാമി. വർണ്ണം, ആശ്രമം, ആചാരം തുടങ്ങിയ വ്യാവഹാരിക ബാധ്യതകൾ അതിക്രമിച്ച് അദ്വൈതാനുഭൂതിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ആത്മാരാമനായി ആനന്ദമാത്രനായി കഴിയുന്ന ജ്ഞാനികളിൽ മിക്കവരും ബാഹ്യലോകത്ത് പൊതുവെ അറിയപ്പെടാൻ സ്വയം അനുവദിക്കാതെ കഴിഞ്ഞുകൂടുന്നവരാണ്. സുദുർലഭരായ ഈ ജ്ഞാനികളിൽ ഒരാളായിരുന്നു സാധു ശ്രീധരസ്വാമികൾ. വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ തൻ്റെ മഹത്വം ഒട്ടുപോലും വെളിപ്പെടുത്താതെ തികച്ചും ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു സാധു ശ്രീധരസ്വാമികൾ നമ്മോടൊപ്പം കഴിഞ്ഞുകൂടിയിരുന്നത്. എന്നാൽ ആത്മാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം എന്നും
താങ്ങും തണലുമായിരുന്നു. തന്നെ സമീപിക്കുന്ന ജിജ്ഞാസുക്കൾ അവരേത് മാർഗത്തിലൂടെ, അതായത് ഭക്തിയോ യോഗമോ ജ്ഞാനമോ ഏത് മാർഗത്തിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്നവരായാലും അവരുടെ എല്ലാ സംശയങ്ങളും നിവർത്തിച്ച് നേരായ മാർഗത്തിൽ മുന്നോട്ട് നയിക്കുന്നതിൽ സദാ ഉത്സുകനായിരുന്നു സാധു ശ്രീധരസ്വാമി. ലൗകിക ഉദ്ദേശങ്ങളുമായി സമീപിക്കുന്നവരെ അദ്ദേഹം പൊതുവെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ആത്മാന്വേഷികൾ ഭാഗ്യാന്വേഷികളാകരുത്. ഭാഗ്യം വരികയോ പോവുകയോ ചെയ്തു കൊള്ളട്ടെ, അതിൽ സ്ഥിതനാകാതിരിക്കുക. നിർമ്മലാകാശത്തേക്കാൾ നിർമ്മലമായ ശബ്ദം പോലുമില്ലാത്ത ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠനാണ് നാം. പിന്നെന്തിന് അഴുക്ക് പുരട്ടുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. വേദവേദാന്തങ്ങൾ അപൗരുഷേയങ്ങളാണ്. അവയുടെ ആത്യന്തികമായ ലക്ഷ്യം ആത്മജ്ഞാനമാണ്, അഥവാ ആത്മസാക്ഷാത്കാരമാണ്, അഥവാ മോക്ഷമാണ്. മോക്ഷം അതായത് സർവ ബദ്ധപ്പാടുകളിൽ നിന്നുള്ള മോചനം. അതുതന്നെയാണ് പരമപുരുഷാർത്ഥമായി ഏവരും അംഗീകരിച്ചിരിക്കുന്നത്. ആത്മജ്ഞാനത്തിന് അനേകം മാർഗങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ കാണുന്നുണ്ട്. ഭക്തി, യോഗം, ജ്ഞാനം എന്നീ ഭാവങ്ങളിലൂടെയെല്ലാം തീവ്ര ജിജ്ഞാസുക്കൾ മോചിതരാകുന്നുണ്ട്. ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ ആത്മജ്ഞാനം ശ്രുതി സ്മൃതി പുരാണങ്ങളിലൂടെ പഠിച്ചു നേടേണ്ടവയല്ല, മറിച്ച് ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ പ്രാപിക്കപ്പെടേണ്ടവയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംഗമം, ശ്രവണം, മനന നിധിധ്യാസനം, സമാധി, സാക്ഷാത്കാരം, ഇതാണ് ആത്മസാക്ഷാത്കാരത്തിനായി ജ്ഞാനി കാട്ടിത്തരുന്ന മാർഗം. മനുഷ്യത്വവും മുമുക്ഷുത്വവും ജിജ്ഞാസു ശ്രദ്ധയോടെ വളർത്തിയെടുക്കേണ്ടത് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യത്വം മുതലായവ നമുക്കുണ്ടോ എന്ന് അന്യരല്ല തീരുമാനിക്കേണ്ടത്, അത് നാം തന്നെയാണ്. നമുക്കുള്ളത് നീചത്വമോ മൂഢത്വമോ ഭീരുത്വമോ വിഡ്ഢിത്വമോ ആണെന്ന് നാം നല്ലതിൻ വണ്ണം ചിന്ത ചെയ്യണം. അതിന് വിവേകം വേണം, വിജ്ഞാനം വേണം, ഇതെല്ലാം കടന്നവൻ്റെ ചൊല്ലു വേണം. അങ്ങനെ പലത്. സാധനാ ചതുഷ്ടയത്തിന് ശ്രേഷ്ഠമാണ് ഒരുവന് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകുന്നത്. നിത്യാനിത്യ വസ്തുവിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, സമാധിശക്ത സമ്പത്തി, മുമുക്ഷുത്വം, ഇവയാണ് അനുഷ്ഠിക്കേണ്ട 4 സാധനകൾ. സാധനകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി പദ്ധതിയുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധിച്ചെടുക്കേണ്ട മാനസിക നിലപാടാണ്. സാധനാ ചതുഷ്ടയാദികൾ സാധിക്കാതെ ധ്യാന മനനങ്ങളിൽ ഏർപ്പെടുന്നവർ അത്യന്തം അഗാധതയിൽ നിപതിക്കുവാൻ സാധ്യത വളരെയാണ് എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സാധനാ ചതുഷ്ടയത്തിൻ്റെ എല്ലാ പടവുകളും കടന്നു എന്ന് ബോധ്യമായി ഉപദേശ സ്വീകരണത്തിന് ശിഷ്യൻ പ്രാപ്തനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗുരു തൻ്റെ കരുണാകടാക്ഷ സമേതമായ
ശ്രവണം നൽകും. ഈ ശ്രവണം മോക്ഷദായിനിയാണ് ആകും എന്നാണ് വേദാന്ത ശാസ്ത്രം കാട്ടിത്തരുന്നത്. അവ എങ്ങനെയെന്ന് സാധു ശ്രീധരസ്വാമികൾ തൻ്റെ വേദാന്ത വിഹായസ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപദേശ സ്വീകരണത്തോടെ ഗുരുവൻ്റെ ജിജ്ഞാസ ഉണരുകയും ധ്യാന മനന നിധിധ്യാസനത്തിലൂടെ സമാധിയിലൂടെ സാക്ഷാത്കാരത്തിലെത്തുകയും ചെയ്യും. സാധനാ ചതുഷ്ടയത്തിൻ്റെ സാധിച്ച ഒരുവന് അവൻ്റെ രാഗദ്വേഷങ്ങൾ അടങ്ങി ആഗ്രഹവിചാരങ്ങൾ കുറഞ്ഞ് മനസ്സ് നിർമ്മലമാകും. അപ്പോഴാണ് ഗുരു സഹായത്തിനായി എത്തുന്നത്. മഹാപുരുഷ സംഗമം യാദൃശ്ചികവും അന്വേഷണ ഫലവും ആകാം. ആ ശ്രവണ സ്വീകാര്യത്തോടെ ജിജ്ഞാസുവിലെ യഥാർത്ഥ ജിജ്ഞാസ ഉണർന്ന് മനന നിധിധ്യാസനങ്ങളിലൂടെ സമാധി അനുഭവങ്ങളിലൂടെ സാക്ഷാത്കാരത്തിലെത്തിപ്പെടും. ഗുരുവിൻ്റെ ഉപദേശത്തിലെ ഓരോ വാക്കും യുക്തി അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നതാണ് മനനം. മനസ്സിലാക്കിയതിനെ വീണ്ടും വീണ്ടും ചിന്ത ചെയ്ത് ഉറപ്പിക്കുന്നതാണ് നിധിധ്യാസനം. നിധിധ്യാസനം സ്വാനുഭവപ്പെടുത്തലാണെങ്കിൽ സമാധി സ്വാനുഭവമാണ്. സാക്ഷാത്കാരം ഇവകളെ കടഞ്ഞു കണ്ടെത്തിയ അമൃതാനുഭവമാണ്. അതായത് നിർവാസന നിലയിൽ മനസ്സ് പൂർണ്ണമായും നശിച്ച് ശോകനാശം ഭവിച്ച് അതിഹർഷം സ്വഭാവമായി മാറും. അവിടെയാണ് പൂർണ്ണ മുക്തി. സാക്ഷാത്കാരത്തിന് അനുഭവ സമ്പത്തി അത്യന്താപേക്ഷിതമാണ്. നമ്മൾ എത്രമേൽ പണ്ഡിതനായാലും സ്വാനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായി പ്രയോജനം ഉണ്ടാകുന്നില്ല. ശ്രുതിയും യുക്തിയും എപ്പോൾ ഒന്നിക്കുന്നുവോ അപ്പോൾ മാത്രമേ അനുഭവം ഉണ്ടാകൂ. അതിന് സാനുഭവസിദ്ധനായ ഒരു ഗുരുവിൻ്റെ ഉപദേശം അനിവാര്യമാണ്. ഗുരുവില്ലാതിരിക്കൽ ഭ്രഷ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഭിമാനം, അതായത് അറിവുണ്ടെന്ന ഭാവം, മനസ്സിൽ കൂടെ അല്ലാതെ അറിവുണ്ടെന്നറിയായിക, അതായത് ആത്മാന കണ്ടു തെളിയുക എന്ന അനുഭവം കിട്ടായിക, ഇതിന് പരിഹാരം ഗുരുവല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗുരു ഉപദേശം മനോചിന്തനമല്ല, അത് അനുഭവമാണ്. അതിൽ മാനസിക ഭ്രാന്തിയില്ല. അങ്ങനെ മനോമാലിന്യം കലരാത്ത ശുദ്ധജ്ഞാനത്തിലെ ബോധാമൃത രസം ഊറുകയുള്ളൂ എന്നാണ് ഗുരു പറഞ്ഞു തന്നിരുന്നത്. സാധു ശ്രീധരസ്വാമികൾക്ക് ആദ്യ കാലഘട്ടത്തിൽ ഗുരു അത്യാവശ്യമാണെന്ന് ബോധ്യം വന്നിരുന്നില്ല. എന്നാൽ ചില നിലകളിൽ നിന്നും ചില സമാധി അനുഭവങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരു ആവശ്യമാണോ എന്ന ചിന്ത ഉണർന്നു.
തുടർന്ന് ശാസ്ത്രഗ്രന്ഥങ്ങളും ശങ്കരാചാര്യർ പോലുള്ള മഹാത്മാക്കളുടെ ചരിത്രങ്ങളും പഠിച്ച് ഗുരു ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഗോപാലസ്വാമികളുടെ അടുത്ത് എത്തുന്നത്. തുടർന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും മറ്റും സാധു ശ്രീധരസ്വാമികളുടെ വേദാന്ത സരണി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാശിക്ക് പോകുന്നവൻ കാശിയിൽ പോകുന്നവൻ്റെ ഉപദേശം സ്വീകരിക്കുന്നത് പോലെയും ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ജന്മത്തിന് പുരുഷബീജം ആവശ്യമായി വരുന്നത് പോലെയും പാല് തൈരാകുന്നതിന് മുമ്പ് പൊളിച്ച തൈര് ചേർക്കേണ്ടത് ആവശ്യമായി വരുന്നത് പോലെയും മനുഷ്യനായി പിറന്നുപോയി എന്ന് തോന്നിയവനെ രക്ഷിക്കാൻ ആത്മാ പരിണമിച്ചിട്ടില്ല, ജന്മമുണ്ടായിട്ടില്ല എന്ന് അനുഭവത്തിൽ അറിഞ്ഞ ഒരു മഹാത്മാവിൻ്റെ ഉപദേശം ആവശ്യമാണ്. അതാണ് ഗുരു ഉപദേശം ഒരു അവശ്യ ഘടകം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളും ഇനി ഗുരു ആവശ്യമില്ല എന്നുള്ള ധാരണയിൽ കുറേ സമയം നഷ്ടപ്പെടുത്തണ്ട എന്നാണ്. നമ്മളുടെ മനഃശുദ്ധിക്കനുസരിച്ച് ഗുരു എത്തും, വേണ്ട അനുഗ്രഹങ്ങളും ആശംസകളും നൽകും. ലോകത്തുള്ള അഖില വിജ്ഞാനീയത്തിൻ്റെയും തലപ്പത്ത് ഉപനിഷത് ജ്ഞാനം നിലകൊള്ളുന്നു. അവ ലോകോത്തര മോക്ഷ കവാടമാണ്. ശ്രീ വ്യാസൻ തുടങ്ങി ഇന്നുവരെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഗുരുക്കന്മാരും ഉപനിഷത്തുകളെയാണ് ആധികാരിക ശാസ്ത്രമായി അംഗീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ 10 ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ചേർത്ത് പ്രസ്ഥാനത്രയമെന്നും അദ്വൈത സിദ്ധിയും ചിത്സുഖിയും ഖണ്ഡനഖണ്ഡകാദ്യവും ചേർത്ത് പ്രൗഢപ്രസ്ഥാനത്രയമെന്നും മഹാശയന്മാർ പറയുന്നു. എന്നാൽ 108 ഉപനിഷത്തുക്കളും ശ്രീരാമഗീതയും യോഗവാസിഷ്ടവും ചേർത്ത് ബോധത്രയിയായിട്ട് അംഗീകരിച്ചായിരുന്നു സാധു ശ്രീധരസ്വാമികളുടെ ആത്മാന്വേഷണവും പ്രവർത്തനവുമെല്ലാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ശ്രീരാമഗീതയും യോഗവാസിഷ്ടവും ആണ്. ഇവയിലെ തത്വങ്ങളെല്ലാം ഓരോന്നും ഇവയിലെ തത്വങ്ങളെല്ലാം സാനുഭവത്തിൽ വരുത്തി, അതായത് അനുഭവിച്ചറിഞ്ഞ് ജിജ്ഞാസുക്കൾക്കുണ്ടാകാവുന്ന അവ്യക്തകളും സർവ സംശയങ്ങളും ദൂരീകരിച്ച് ശാസ്ത്രം ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയും, പുസ്തകമെല്ലാം പഠിച്ചിട്ട് ഇതിലെ ഓരോ സമാധിക്ക് വേണ്ടി ശ്രമിക്കല്ല. അദ്ദേഹത്തിന് ഓരോ സമാധി അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ശാസ്ത്രസമ്മതമുണ്ടോ എന്ന് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉപനിഷത്തുകളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പരിശോധിച്ച് ഉറപ്പുവരുത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. സമാധി സാക്ഷാത്കാരം ഇവകളെപ്പറ്റി ഇത്ര വിശദമായും വ്യക്തമായും വിവരിച്ചിട്ടുള്ള മഹാത്മാക്കൾ വളരെ അപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുടനീളം പല സമാധികളെപ്പറ്റിയുള്ള വിശദീകരണങ്ങളുണ്ട്. ഇവ ഈ ആത്മാന്വേഷണത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് അത്യന്തം സഹായകരമാണ്.
ഈ ആശ്രമത്തിൽ മിക്കവാറും പ്രധാനമായി അദ്ദേഹം ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങൾ സമാധിയും സാക്ഷാത്കാരവും ആണ്. ഒരു ജ്ഞാനിയുടെ നില ജ്ഞാനിക്കേ അറിയും. അത് വിവരിക്കൽ അസാധ്യമാണ്. ശോകനാശം കടന്ന് അതിഹർഷം പുണർന്ന് നിലകൊണ്ടിരുന്ന സാധു ശ്രീധരസ്വാമികളുടെ നില വിവരിക്കൽ അസാധ്യമാണ്. എങ്കിലും സത്സംഗങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസാക്ഷാത്കാര നില വിളിച്ചോതുന്ന പല സൂചനകളും നൽകിയിട്ടുണ്ട്. ഇത് ആത്മജ്ഞാനം പ്രധാന ലക്ഷ്യമാക്കി മുന്നേറുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഉന്മേഷദായിനിയാണ്. സാധു ശ്രീധരസ്വാമികൾ തൻ്റെ അനുഭവജ്ഞാനം 26-ൽ പരം ഗ്രന്ഥങ്ങളിലായി വിവരിച്ചു തന്നിട്ടുണ്ട്. അവ മനനത്തിനും സാക്ഷാത്കാരത്തിനുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അനുഭവത്തിൽ വ്യക്തമാകുന്നതാണ്, ജിജ്ഞാസുക്കൾക്ക് സാക്ഷാത്കാര ദ്യോതകമാണ്, ആനന്ദാർണവുമാണ് എന്നാണ് അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം സാധു ശ്രീധരസ്വാമികൾ അത്ഭുതങ്ങളൊന്നും കാട്ടിയിട്ടില്ല. അദ്ദേഹം ശാസ്ത്രത്തിൽ നിന്നും അണുവിട വ്യതിചലിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം തൻ്റേതായ ഒരു ദർശനം ഉണ്ടാക്കുകയോ തൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി ആളെ കൂട്ടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അഹം ബ്രഹ്മേതി നിശ്ചിത്യ അഹംഭാവം പരിത്യജ, ഞാൻ ബ്രഹ്മമാണെന്ന് നിശ്ചയിച്ചിട്ട് ഭാവനാവിധേയമായ അഹംഭാവം പരിത്യജിക്കുക. ഇതാണ് ജിജ്ഞാസുക്കൾക്ക് സാധിക്കാനായി അദ്ദേഹം കാട്ടിത്തന്നിരിക്കുന്ന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ആശ്രമം മിക്കവാറും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ സ്വീകാര്യമാണ്. അദ്ദേഹം ഇതേപ്പറ്റി പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ പുറകെ പോയാലും നമ്മൾ ബോധത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഏത് പ്രസ്ഥാനത്തിൽ പോയാലും നമുക്ക് കിട്ടുന്ന ആശയം ശാസ്ത്രസമ്മതമോ മഹത്സമ്മതമോ ആചാര്യസമ്മതമോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അംഗീകരിക്കാവൂ. അല്ലെങ്കിൽ നിശംസം ഉപേക്ഷിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ സ്വാതന്ത്ര്യം തേടി ഇറങ്ങിയ നമ്മൾ ആ പ്രസ്ഥാനത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയരായി ബന്ധനസ്ഥനായി കഴിയേണ്ടി വരും എന്നാണ്. അഖണ്ഡൈക രസീമഗ്നായ ഗുരുവിനാൽ പവിത്രമാക്കപ്പെട്ട ഈ ആശ്രമവും ഗുരു ഉപദേശമായ കൃതികളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അനവധി അപൂർവ ഗ്രന്ഥങ്ങളും ജിജ്ഞാസുക്കൾക്കായി നൽകിയാണ് അദ്ദേഹം 2005-ൽ നിത്യതയിൽ വിലയം പ്രാപിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ബോധാകാശാശ്രമം എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും എപ്പോഴും എവിടെ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പുസ്തകം വേണ്ടവർക്ക് അത് ഈ ആശ്രമത്തിൽ ലഭ്യമാണ്. അവ വേറെ ബുക്ക് സ്റ്റോളുകളിലോ വേറെ എവിടെയും ലഭ്യമല്ല. എല്ലാ മാസവും 1-ാം ഞായറാഴ്ച ഇവിടെ
വേദാന്ത ചർച്ച നടക്കാറുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വിശദീകരണവും അതിനെക്കുറിച്ചുള്ള ചർച്ചയുമാണ് നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വേദാന്തം ഇങ്ങനെ വായിച്ചു പഠിക്കാനുള്ളതല്ല, ചർച്ച ചെയ്ത് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന സത്സംഗങ്ങളിൽ പങ്കുകൊള്ളാനും ഈ ആശ്രമാന്തരീക്ഷവും ഇവിടെ ലഭ്യമായ ഗുരു ഉപദേശമായ കൃതികളും ഉപയോഗപ്പെടുത്തി ആത്മജ്ഞാനത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ ഓരോ ജിജ്ഞാസുവിനെയും ഞങ്ങൾ ഈ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്ന് ഈ ആധ്യാത്മിക സദസ്സിൽ മുഖ്യ പ്രഭാഷകനായി എത്തിയിരിക്കുന്നത് ഈ രമേശ് ജി അവറുകളാണ്. ഈ ആശ്രമത്തിലെ ആളുകളെ സംബന്ധിച്ചോളം അദ്ദേഹം സുപരിചിതനാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്വമേധയാ രാജിവെച്ച് വളരെ വർഷങ്ങളായി ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകി കഴിയുന്ന ഒരു മഹാത്മാവാണ് ശ്രീ രമേശ് ജി. അദ്ദേഹം 2016, 17, 18 വർഷങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹം നടത്തിയ പ്രൗഢഗംഭീരമായ വേദാന്ത പ്രഭാഷണങ്ങൾ നമ്മൾ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. വീണ്ടും അദ്ദേഹത്തെ ശ്രവിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ എത്തി ഒരു പ്രഭാഷണം നടത്താൻ തയ്യാറായ അദ്ദേഹത്തെ ഞങ്ങൾ ബോധാകാശം ആശ്രമത്തിൻ്റെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അവരുടെ ശ്രേയസ്സിനുതകുന്ന ഒരാശയമെങ്കിലും പുതുതായി ലഭിക്കാൻ ഗുരുകൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞു.